കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് നമുക്കൊരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നൽകിയ നല്ല സാവകാശനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ രാത്രി ദീർഘമണിക്കൂർ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നമുക്ക് ഒരു ചെറിയ മയക്കത്തിന് ശേഷം വീണ്ടും എനിക്ക് നിങ്ങളോട് കൂടെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ സാവകാശനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്ന ഒരു ഹെഡിങ് കൃപാസനത്തിൽ ത്രോൺ റൂമിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന. ത്രോൺ റൂമിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന എന്ന പുതിയ നിയമ വീക്ഷണത്തിന് നമുക്ക് കൃത്യമായ വെളിപ്പാടുകൾ കിട്ടുന്ന വചനം ഈ എഴുതിയിരിക്കുന്ന വചനമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. എബ്രായ ലേഖനത്തിനകത്ത് 4 പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ദൈവാത്മാവ് നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുണ്ട്. ഒന്ന് ഈ വാക്യമാണ്. ഇതൊരെണ്ണം നിങ്ങൾ വായിച്ചു ആരല്ലോ ഒരാൾ, ബാക്കി 3 ഞാൻ കാണിക്കാം, നിങ്ങൾ കണ്ടാൽ മതി. ഒന്ന് വായിച്ചു, ഈ വാക്യം ഒന്ന് വായിച്ചു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. എബ്രായ ലേഖനകർത്താവ് പറയുന്നു, നമുക്ക് ധൈര്യത്തോടെ ത്രോൺ ഓഫ് ഗ്രേസിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാനായിട്ട് ദൈവം ഒരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. എബ്രായ ലേഖനം 4:16 നാം വായിച്ചത്. ത്രോൺ ഓഫ് ഗ്രേസ്, നമുക്ക് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായിട്ട് ത്രോൺ ഓഫ് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. എന്താണ് കൃപാസനമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് പോകണം. 25-ാം അധ്യായത്തിൽ ദൈവത്തോട് പറയുന്നുണ്ട്, നിങ്ങളൊരു പെട്ടകം പണിതിട്ട് ആ പെട്ടകത്തിൻ്റെ മുകളിൽ ഞാൻ പ്രത്യക്ഷമാകുന്നൊരു സ്ഥലമുണ്ട്. ആ പെട്ടകത്തിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടകത്തിൻ്റെ മുകളിൽ നിങ്ങൾ കൃപാസനം ഉണ്ടാക്കണം. അവിടെ ഞാൻ പ്രത്യക്ഷനായി, കൃപാസനത്തിൻ്റെ മുകളിൽ ഞാൻ പ്രത്യക്ഷനാകും എന്ന് നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം വായിക്കുമ്പോൾ, 25-26 അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു 25-ാം അധ്യായത്തിൽ കൃപാസനത്തെ പെട്ടകത്തിന്മീത വയ്ക്കണം, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം, അവിടെ ഞാൻ പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. അപ്പോൾ കൃപാസനത്തിൻ്റെ പ്രത്യേകത, ദൈവം ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുന്ന സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്നത്. ഇത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്നത് പഴയ നിയമ ചരിത്രത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ ഏറ്റവും ഇന്നർ കോട്ടിലുള്ള അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്ന മൂടുപലകയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എന്ത് കൃപാസനമുള്ളത്? നമുക്കിപ്പോൾ യെരൂശലേമിൽ അങ്ങനെ ദൈവാലയത്തിനകത്ത് പെട്ടകമുണ്ടോ? നമ്മുടെ ചർച്ചിനകത്ത് എവിടെയെങ്കിലും പെട്ടകം കൊണ്ട് വെച്ചിട്ടുണ്ടോ? പെട്ടകത്തിനൊരു മൂടിയുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സത്യത്തിൽ എബ്രായ ലേഖനത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ അകത്ത് കിട്ടേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനത്തിനകത്ത് അന്ന് അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ ആ ആലയത്തിൻ്റെ മാതൃക ദൈവം സ്വർഗത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ് നോക്കൂ നമ്മുടെ ദൈവദാസനായ മോശ പണിതത്. അപ്പോൾ അതുകൊണ്ട് ആ കൃപാസനം, അപ്പോൾ സ്വർഗത്തിലെ കൃപാസനത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനകർത്താവായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഇനി എബ്രായ ലേഖനത്തിൽ 4 വാക്യങ്ങൾ നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുക. ഒന്ന് ഈ വാക്യമാണ് 4:16. 4:16 നാം കണ്ടു. അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിക്കേണ്ടതിന് നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കിലേക്ക് അടുത്ത് വരിക. അടുത്ത ഒരു വാക്യം നാം കാണുന്നത്, ഇവിടെ നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം, കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരിക. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഞാൻ പണ്ടൊരിക്കൽ ചർച്ചിൽ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന് വായിച്ചു ഒരാളോ, എനിക്ക് ചെറിയൊരു റെസ്റ്റ് കിട്ടുമല്ലോ. ഒന്ന് വായിച്ചു, ഈ വാക്യം കൂടെ ഒന്ന് വായിച്ചു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം മതി, അത്രേ മതി. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുക. ഈ പദങ്ങൾ ശ്രദ്ധിക്കണം. കൃപാസനത്തോടടുക്കുക, ദൈവത്തോടടുക്കുക, 2 പദങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ വാക്യം കൂടെ വായിച്ച്.
തന്റെ രക്തത്താൽ 19 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരന്മാര്, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും ഉള്ളതുകൊണ്ട്. അപ്പം 3 പദപ്രയോഗങ്ങൾ കിട്ടി. അടുക്കുക എന്നുള്ള 3 പദപ്രയോഗങ്ങൾ. 1 കൃപാസനത്തോടടുക്കുക, 2 ദൈവത്തോടടുക്കുക, 3 വിശുദ്ധ മന്ദിരത്തിലേക്ക് അടുക്കുക. 11 എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും ആ പദം തന്നെ ആവർത്തിക്കുന്നുണ്ട്. തൻ്റെ അടുക്കൽ വരിക, ദൈവത്തിൻ്റെ അടുക്കൽ വരിക, ദൈവത്തിൻ്റെ അടുക്കൽ വരിക, ദൈവത്തിൻ്റെ അടുക്കൽ. അപ്പം 4 വാക്യങ്ങളിലൂടെ 3 സ്ഥലത്തേക്ക് എബ്രായ ലേഖനം നമ്മളെ വിളിക്കുകയാണ്. 3 1 വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക്, 2 കൃപാസനത്തിലേക്ക്, 3 ദൈവത്തിൻ്റെ അടുക്കിലേക്ക്. 3 പദപ്രയോഗങ്ങൾ. ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ ഇത് 3 അവരുടെ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകമാണ്, അല്ലെ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ്. വിശുദ്ധാന്തർ മന്ദിരം, ദൈവത്തിൻ്റെ അടുക്കൽ, കൃപാസനം. ഇത് 3 ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്, അവൻ്റെ അടുക്കലേക്കാണ്, സമാഗമന കൂടാരത്തിൻ്റെ അടുക്കലേക്കാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു ഡ്രീമും കൂടെ കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് അടുത്ത് ചെല്ലുന്നത്? കൃത്യമായിട്ട് ഞാനിത് പല പ്രാവശ്യം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടെ നിങ്ങളിതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് അടുത്ത് ചെല്ലുന്നത്? 4:16 നമ്മുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞത്. നോക്കൂ, ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തത്തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടവനത്രേ. 14-ാം വാക്യം, ആകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം, 14-ാം വാക്യം, സ്വീകാര്യം വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചൽ മുറുകെ പിടിക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് മുറുകെ പിടിക്കുന്നത്? നമ്മളെങ്ങനെ കൃപാസനത്തിലേക്ക് പോകുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് അവൻ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആ കർത്താവ് പ്രവേശിച്ചതിനെ നാം മുറുകെ പിടിക്കുകയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലൂടെ. അപ്പം നമ്മൾ ആരുടെ കൂടെയാണ്? നമ്മൾ അവൻ്റെ കൂടെയാണ്, നമ്മൾ അവൻ്റെ അകത്താണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ 3 മേഖലകളായി വിഭജിക്കപ്പെടണം. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുമ്പോൾ തുളച്ചുചൊല്ലുന്നതാകുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ കൃപാസനത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. ആത്മാവിൽ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങളുടെ സ്വയം ഇരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിത്വം ഇരിക്കുന്നത് നിങ്ങളുടെ സോളിലാണ്. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവ്. അപ്പം ഇത് 3നെയും നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ വിഭജിക്കുന്ന ഒരു ആത്മതലത്തിലെ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ നടത്തും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ സോള്, നിങ്ങളുടെ ബോഡി, ഇത് 3 കൂടെ മിക്സാണ്. സ്വയം, ജഡം, ആത്മാവ്, ഇത് 3 കൂടെ മിക്സായതിൻ്റെ കുഴപ്പം നിങ്ങൾ ആത്മീയന്മാരാകും. പെട്ടെന്ന് നിങ്ങൾ ചർച്ചിൽ വന്നാൽ പ്രാർത്ഥിക്കുന്നു, ആരാപിക്കുന്നു, ഭയങ്കര ആത്മമണ്ഡലം തുറക്കുന്നു, നിങ്ങളുടെ അകത്ത് ഭയങ്കര ഫെയ്ത്ത് ചലിക്കുന്നു. നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കാര്യത്തിന് വിഷമമാകും. എൻ്റെ കാര്യം എന്താണ്? നിങ്ങൾ സ്വയത്തിന് അടിമപ്പെടുകയാണ്. തൊട്ടുമുമ്പോ നിങ്ങൾ ആത്മാവിലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ബോഡിയിൽ നിന്നൊരു ആഗ്രഹം വന്നു. നിങ്ങൾ ആഗ്രഹം ദൈവജനത്തിന് വിരോധമാണെങ്കിലും ആ ബോഡിയുടെ ആഗ്രഹത്തിന് നിങ്ങൾ വിധേയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വിധേയപ്പെട്ടു. ഇങ്ങനെ 3 മേഖലകൾക്ക് നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുകയാണ്. പുറകിൽ വരുന്ന ബോഡിയുടെ ആവശ്യമോ സ്വയത്തിൻ്റെ ആവശ്യമോ നിങ്ങളെ സ്വാധീനിക്കാതെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ബലമുള്ളവരാകുമ്പോൾ ഗ്രഹിക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ ചെല്ലാൻ കഴിയും. നിങ്ങളവിടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളുടെ ആത്മതലത്തിൽ, നിങ്ങളുടെ മൈൻഡിൻ്റെ തലത്തിൽ നിങ്ങൾക്കൊരു ബോധ്യം വരും, നിങ്ങൾ അവനോടുകൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ,
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളകത്ത് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അബലമാകുന്നു. നിങ്ങൾ അവനോട് കൂടിയാണ്, കൃപാസനത്തിലാണ്, അല്ലെങ്കിൽ സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുകയാണ് എന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് വരുന്നു. അന്യഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അഫലമാകും. നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അഫലമായി ക്രിസ്തുവിലൂടെ തുറന്നതെല്ലാം നിങ്ങളുടെ അകത്ത് ബോധ്യമാകും. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന അവൻ്റെ വലത്തുഭാഗത്താണ്. അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ഇപ്പോഴുള്ളവനും വരുവാനുള്ളവനും സകലതിനും മീതി അവനെ തലയാക്കി വച്ചിരിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിന്മേൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, ദൈവിക കരം നിങ്ങൾക്ക് ചലിപ്പിക്കാം. അപ്പൊ ഇങ്ങനൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് വരും നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ. ഞാനിത് ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു വാക്ക് ചോദിച്ചു പോയതിന് മുമ്പോട്ട്, ഓൺലൈൻ ആയതുകൊണ്ട് മാർഗമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മുമ്പോട്ട് നേരെ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ബോധ്യമുണ്ടാകുന്ന തലം വന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ബോധ്യം വരുന്നു, മനസ്സിനകത്ത് ഭയങ്കര ബോധ്യം വരുന്നു. ഇനി നിങ്ങൾക്ക് ബോധ്യം വന്ന നിങ്ങൾക്ക് ഇനി അടുത്ത പ്രാവശ്യം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വരെ ഈ ബോധ്യതയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം. ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നു, ബുദ്ധി അബലമാകുന്നു, നിങ്ങൾ ക്രിസ്തുവിലാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരി ജീവിക്കുന്നവർ തനിക്ക് വേണ്ടി, തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർച്ചയുമേറ്റ ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പം നിങ്ങൾ അവൻ്റെ അകത്തായി നിങ്ങളിപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് പതുക്കെ പതുക്കെ അത് വെളിപ്പാടായി തരുന്നു. ഈ വചനം നിങ്ങളുടെ അകത്ത് വെളിപ്പാടാകുന്നു. എന്നിട്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളിത് കഴിഞ്ഞ് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോകുന്നു, നിങ്ങളുടെ അടുക്കളയിലേക്ക് പോകുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യം ആലോചിക്കുന്നു, സഭയുടെ കാര്യം ആലോചിക്കുന്നു, ശുശ്രൂഷയുടെ കാര്യം ആലോചിക്കുന്നു. ഇതെല്ലാം ആലോചിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും ഭൂമിയിൽ നിൽക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കരുത്. ഭൂമിയിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് നിങ്ങളിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്. നിങ്ങൾ അവൻ്റെ അകത്താണെന്നുള്ള വെളിപ്പാടിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ അവനിലേക്ക് പ്രവേശിച്ചാൽ അത് നിങ്ങൾ പ്രവേശിക്കുന്നത് അന്യഭാഷയിലെ പ്രാർത്ഥന തന്നെയാണ് കേട്ടോ. വേട് നിങ്ങളുടെ അകത്ത് വെളിപ്പാടായി മാറും, ബുദ്ധി അബലമായി മാറും, നിങ്ങൾ മർമ്മങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾ അവൻ്റെ അകത്താണെന്നുള്ള വെളിപ്പാട് വന്നാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിലെ അനുഭവങ്ങളുടെ നടുവിൽ നിങ്ങളിത് കീപ്പ് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അങ്ങനെ സംസാരിക്കണം. ഇപ്പം ഞങ്ങൾക്ക് 3 മക്കളിൽ ജൊനീറ്റയുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് കുറച്ച് കണ്ടിട്ടുള്ളത് ജൊനീറ്റയാണ്. ജോസക്കിൻ്റെ കാലത്ത് ഞാൻ ഇച്ചിരി ദേഷ്യമുള്ള ഒരാളായിരുന്നു. ജോസക്ക് ജനിച്ച കാലത്ത് ജോഹന്നെ ജനിച്ചപ്പോൾ അവളാണ് ഈ എന്നെ ഇച്ചിരിയും കൂടെ സ്വാധീനിച്ചിട്ടുള്ളത്. 3 വ്യക്തികൾ, 3 മക്കളിൽ ജോഹന്നെ ഇങ്ങനെ വാതുക്കെ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കി, ഞാൻ സ്നേഹത്തിലാണെന്ന് കണ്ടാൽ അവൾ അകത്തേക്ക് കയറും, അല്ലെങ്കിൽ അവൾ അവിടെ നിൽക്കും. അപ്പോൾ എനിക്ക് അവളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സലിയും. അപ്പോൾ പെട്ടെന്ന് അവളുടെ കാലഘട്ടം മുതലാണ് ഞാൻ ആഴമായിട്ടൊന്ന് രൂപപ്പെടാൻ തുടങ്ങിയത്. ജോനീറ്റയുടെ കാലഘട്ടം വന്നപ്പോൾ പുള്ളിക്കാരി ഞാൻ വലിയ കാര്യമായിട്ട് ദേഷ്യപ്പെടുന്നൊന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും വല്ല ചെറിയ കാര്യമുള്ളൊരു കാര്യം വന്നാൽ മാത്രം അവൾ നേരെ ഓടിക്കയറി വന്ന് എൻ്റെ അടുത്തൊന്ന് കാര്യം, അവൾ മുഖത്ത് നോക്കി കാര്യം പറയും. അപ്പം എനിക്കത് വേണം ടോപ്പേ, എനിക്കിത് വേണം ടോപ്പേ, എനിക്കങ്ങോട്ട് പോകണം ടോപ്പേ. പക്ഷെ ജോസക്ക് പെട്ടെന്ന് അങ്ങനെ പറയില്ല, ജോഹനെ പെട്ടെന്ന് അങ്ങനെ പറയില്ല. അപ്പം നിങ്ങൾ കൃപാസനത്തിൽ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ, പിതാവിൻ്റെ അരികിൽ, ഞാൻ ഈ പദങ്ങളൊക്കെ പറയാൻ തെറ്റാണ്, കൃപാസനത്തിൽ പിതാവിൻ്റെ അടുത്ത്, അവൻ്റെ അകത്ത്, ഈ പദങ്ങളൊക്കെ സമ്മിശ്രമായി ഞാൻ പറയുകയാണ്, മിക്സ് ചെയ്ത് പറയുകയാണ്. ഏകാത്മാവിനാൽ പുത്രനിലൂടെ അവനിലൂടെ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. അപ്പം പിതാവിങ്കിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ഇവിടുത്തെ പ്രാധാന്യത. അപ്പം നിങ്ങൾ അവിടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് വെളിപ്പാടുണ്ടാകാനാണ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടോ, അവിടെ ചെന്ന് വളരെ കൂളായിട്ട് സംസാരിക്കുക. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ, പക്ഷേ എന്നെ നിൻ്റെ അകത്ത് ഇരുത്തിയേക്കുന്ന സ്തോത്രം, ഇവിടെ എന്നെ അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്ന സ്തോത്രം. അപ്പോൾ അവിടെ നമ്മുടെ പിതാവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുക. ഇനി നിങ്ങൾക്ക് അടുത്തൊരു തലമുണ്ട്, നിങ്ങൾ സംസാരിക്കാതിരുന്നാലും നിങ്ങൾക്ക് സഹായത്തുള്ള കാര്യം വെളിപ്പെടാൻ തുടങ്ങും. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 4:16
നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് വാ. നിങ്ങളുടെ മഹാപുരോഹിതന് സകലതും അറിയാമെന്ന്. അവനറിയാത്ത ഒന്നുമില്ല. അവന്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ പോലും അവൻ പ്രവർത്തിക്കും. അവിടെ വന്ന് കുറച്ചു നേരം അവന്റെ മാറിലോടൊത്ത് ചേർന്നിരുന്ന് ഈ ഭൂമിയിലെ സകലതും വേദനയല്ലേ. ആരെ വേദനിപ്പിക്കാത്ത, ആരെ കരയിപ്പിക്കാത്ത? ഒന്ന് അടുത്തിടപെട്ടാൽ ആരും നമ്മൾ വേദനിപ്പിക്കുകയല്ലേ. ഒന്ന് നമ്മൾ സഹായിച്ചവര്, ഒന്ന് നമ്മൾ കരുതിയവര്, ഒന്ന് നമ്മൾ കൈത്താങ്ങൽ കൊടുത്തവർ, ആരെങ്കിലും വളർത്താൻ നോക്കിയാൽ എല്ലാവരും നമ്മളെ വേദനിപ്പിച്ച് കരയിപ്പിച്ച് നമ്മെ ചതിച്ച് വഞ്ചിച്ച് കുത്തി മുറിവേൽപ്പിച്ച് അത് അവരറിഞ്ഞു അറിയാതെ ചെയ്യുക. പക്ഷെ മാർവോട് ചേർന്നിരിപ്പാൻ, പറ്റിയിരിപ്പാൻ, ലയിച്ചിരിപ്പാൻ ഇതുപോലെ പറ്റിയ സ്ഥലം എവിടെയുള്ളേ? അപ്പൊ നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുന്ന, നിങ്ങളുടെ വേദനകൾ ആനന്ദമായി മാറുന്ന അവന്റെ മാർവോട് ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അത് പറ്റുന്ന സ്ഥലം അവന്റെ മാർവാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടേക്ക് നിങ്ങളുടെ ആത്മാവിനാൽ പോകാം എന്ന് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഫേസ്യ ലേഖനത്തിൽ വാക്യം കൂടെ ചേർത്ത് പഠിക്കാം. അപ്പൊ അവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകേണ്ടത്, ഇത് നിങ്ങളുടെ അകത്ത് കയറിയാൽ പ്രത്യേക അധികാരം നിങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങും. കൃപാസനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ്, നിങ്ങൾ ഇരിക്കുന്നവ സകല വാഴ്ചകൾക്കും സകല അധികാരങ്ങൾക്ക് സകലത്തിനും ഇത് എല്ലാറ്റിനെയും അവന്റെ കാൽ കീഴാക്കി വെച്ചവന്റെ അകത്താണ്. ഇത് എത്ര പറഞ്ഞാലും നമ്മുടെ ആളുകളുടെ അകത്തത് കയറുന്നില്ല. ഇതാണ് ഈ വാക്യം. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതെ അവനെ ഇരുത്തി. അവനെ മാത്രമല്ല നമ്മെ ഇരുത്തി. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി. എന്നിട്ടോ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായ സഭയ്ക്ക് അവനെ തന്നിരിക്കുന്നു. നമ്മുടെ അകത്തേക്ക് അവനെ തന്നു. അവൻ ആരാ? എല്ലാം അവന്റെ കാൽ കീഴ. എന്നിട്ട് അവനെ തന്നിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃപാസനത്തിലിരുന്നു കൊണ്ട് വളരെ കാഷ്വലായിട്ട് നിങ്ങൾക്ക് കർത്താവിനോട് സംസാരിക്കാം, പിതാവിനോട് സംസാരിക്കാം, ലീഗൽ വശങ്ങൾ ഉന്നയിക്കാം, നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. അവിടെ നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്, ന്യൂ കവനന്റിന്റെ ടെസ്റ്റേറ്ററാണ്, നിയമകർത്താവാണ്. അവിടെ നമ്മുടെ കർത്താവ് മധ്യസ്ഥനാണ്, നിയമകർത്താവാണ്, മഹാപുരോഹിതനാണ്. അവൻ അവിടെ വിൽപത്രം എഴുതി വച്ചിരിക്കുന്നു. പുതിയ നിയമത്തിന്റെ പുതിയ ഉടമ്പടിയുടെ അടയാളമായ രക്തം അവിടെയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കും. അടുക്കല നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ പറയുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ അല്ലെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞാലും സംശയമുള്ളവരുണ്ട്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന്റെ അടുക്കലല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നോക്കിയ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിന്റെ അടുക്കലാണ്. വായിച്ചിട്ടുണ്ടോ ഈ വാക്യം? നിങ്ങൾ വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിന്റെ അടുക്കലാണ്. കണ്ടോ? എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് ആദിജാതന്മാരുടെ സഭയുടെ അടുക്കലാണ്. ദൈവമായ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ ചെന്ന് നിങ്ങൾ ലീഗലി ഒരു കാര്യം പറഞ്ഞാൽ മുഴു സ്വർഗീയ കോടതിയും നിന്റെ വിഷയത്തിൽ എഴുന്നേൽക്കുകയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ ആവോ? അല്ലേ? മനസ്സിലാകുകയല്ല, കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്തത് വെളിപ്പാടായി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ പറയുകയാണ്, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. അപ്പൊ ദൂതന്മാരെ ഇടയിൽ കൊണ്ട് പിന്നെ നിർത്തിയേക്കുന്നത് എന്തിനാ? നീ ഒരു ലീഗൽ വശം പിതാവിനോട് ഉന്നയിച്ചാൽ അപ്പം ആദിജാതന്മാരെ സഭയാ, നീ ഇരട്ടി അവകാശമാണ്. എന്താ എന്റെ വീട്ടിൽ നിന്ന് ചോർത്തിയേ? ഇനി നിങ്ങളിലേക്ക് വാ. ഇത്രയും ശക്തമായ മഹത്വകരമായ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചിരിക്കുക. ഇതിന്റെ പേരാണ് കൃപാസനം. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ലീഗൽ വശങ്ങൾ അറിയിക്കാറുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പുതിയ നിയമത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾ പ്രഖ്യാപിക്കാറുണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ആദ്യം നമ്മൾ ആദ്യത്തെ 2-3 മിനിറ്റ് നേരം നമ്മൾ ഒരുമിച്ച്
അന്യഭാഷ സംസാരിക്കുകയാണ്. നമ്മളെ വെച്ചിരിക്കുന്ന പൊസിഷൻ തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ നിങ്ങളായിരിക്കുന്ന സ്പിരിച്വൽ റിലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവാത്മ ക്രോസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങും. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് സാന്നിധ്യമുള്ളത് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ സാന്നിധ്യത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് പ്രവേശിക്കും. അഭിഷേകത്തിൽ നിങ്ങൾ ഗ്ലോറിയിലേക്ക് പ്രവേശിക്കും. നിങ്ങളുടെ മഹത്വകരമായ ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകും. വീണ്ടുമാണ് പല പല റിലങ്ങളുണ്ട്. ഇത് ഒറ്റയടിക്ക് നിങ്ങൾ നേരെ ഹെവനിൽ പോയി നിൽക്കുന്ന അനുഭവം ഉണ്ടാകില്ല. പക്ഷെ ഓരോന്നോരോന്നും നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം. ഓരോന്നോരോന്നും നിങ്ങൾക്ക് കടക്കാം. ഇത് കടക്കുമ്പോൾ എങ്ങനെ അറിയാം? നിങ്ങളുടെ ബുദ്ധിയുടെ മണ്ഡലം പൊട്ടി നിങ്ങൾ ആത്മാവിൽ നിങ്ങൾക്ക് തന്നെ പിടിച്ചാൽ കൺട്രോൾ കിട്ടാത്ത നിലയിൽ നിങ്ങൾ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങും. അന്യഭാഷ സംസാരിക്കുന്നതിനെ വിമർശിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. ബോധക്കേടാണത്. ആർക്കും അന്യഭാഷ സംസാരിക്കാം. ദൈവാത്മാവ് നൽകുന്ന ഭാഷ കേട്ടോ. തെറ്റായ കാര്യം, ഭാഷയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അകത്തൊരു തെറ്റായ അവസ്ഥ ഉണ്ടായി, മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ഹയർ നിലകളിലേക്ക് കൊണ്ടുപോകും. ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് എന്താ കാര്യം? കാര്യമുണ്ട്. അന്യഭാഷ പ്രാർത്ഥിക്കുന്നതിൽ കാര്യമുണ്ട്. ഏറ്റവും കാര്യം ഇരിക്കുന്ന ആ പ്രാർത്ഥനയിലാണ്. പോട്ടെ, ഞാൻ പറയാൻ പോട്ടെങ്കിൽ നിർത്തുകയില്ല. നമുക്ക് എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ അവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള വെളിപ്പാടിൽ ദൈവത്തോടൊന്ന് സംസാരിച്ച്, വളരെ വളരെ ലാഘവത്തോട് സംസാരിച്ച്, എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിയമപരമായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ഇരട്ടി ആത്മശക്തിയുടെ ഉടമസ്ഥനാണ് കേട്ടോ, ഞാൻ ആദ്യജാമനാണ് കേട്ടോ, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം നിന്റെ കൈക്കകത്താണ് കേട്ടോ. ഇങ്ങനെ കാഷ്വലായിട്ട് തിരുവചനത്തിനകത്തുള്ള വചനത്തിലെ വാക്തത്വങ്ങൾ പ്രഖ്യാപിച്ചേ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് തുറക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എബ്രായ ലേഖനം കളയണം. എബ്രായ ലേഖനം എഴുതാൻ കാരണം എന്താ? ജീവിതത്തിൽ അനുഭവിച്ച അവസ്ഥകളുടെ നടുവിൽ ഒരു പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ ഇറങ്ങി വന്നത് അബദ്ധമായോ പുറകിലേക്ക് പോയാലോ എന്ന് ജീവിതാനുഭവങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ ചിന്തിച്ചവർ പറയാണ്, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള സ്ഥലമുണ്ട്. അവിടേക്ക് വരാതെ പുറകിലേക്ക് പോകുന്ന കാര്യം ചിന്തിക്കരുത്. ഞാൻ അവനെ കൂട്ടിച്ചേർത്ത് പറയും, നിങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യം, സൗഖ്യം ദൈവം തരും. നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരും. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങും. ദൈവം നിങ്ങളെ വളർത്താൻ തുടങ്ങും. ആത്മാവിൽ നിങ്ങൾ വീര്യമുള്ളവരായി മാറും. ദൈവ സ്വഭാവമുള്ളവരായി മാറും. നിങ്ങൾ അവൻ്റെ ജീവനാൽ നിറഞ്ഞ അവനെ പോലെയായി മാറും. നിങ്ങളുടെ ജീവിതത്തിന് ദൈവാത്മാവ് വെച്ചിരിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ കൃപാസനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഭയങ്കര അധികാരം തുറക്കാൻ തുടങ്ങും. ഞാൻ എപ്പോഴും പ്രത്യേക ശക്തി തുറക്കണമെങ്കിൽ, പ്രത്യേക ദൈവിക മഹത്വം തുറക്കണമെങ്കിൽ, ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം ഞാൻ കർത്താവിനെ കൃപാസനത്തിലാക്കി വെച്ച തലങ്ങൾ ഒന്നുകൂടെ മനസ്സിനകത്ത് ഉറപ്പാകുന്ന തലത്തിൽ ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കും. എന്നിട്ടാണ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് ആദ്യത്തെ ചില മിനിറ്റുകൾ ഇപ്പോൾ കേട്ട വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഷാബാൽഖനാദിരാധന പ്രൗഷപന ഘടകധന മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ഷാഖാബാബന എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പ്രാർത്ഥിക്കും. ലാഖ ലഫന ചാദൽ പ്രൗഷപന ലംഗൽ ഘടകധന ത്രോൺ റൂമിലേക്ക് വാ. ആത്മാവിൽ ത്രോൺ റൂമിലേക്ക് വാ. ഷാബാനാബാന ഷെഖുരാബാന ഘടകബനം സ്പിരിറ്റിനകത്ത് ത്രോൺ റൂമിലേക്ക് വാ. ലഭ ഭവാനി ഹത്തുരാധന പ്രൗഷപന ഘടകധന സ്പിരിറ്റിനകത്ത് ത്രോൺ റൂമിലേക്ക് വാ. ഷാ ലഭാന ചാദൽ ഖനേരി പ്രൗഷപന പ്രൗഷപന ഹംദലാദിരാധന പ്രൗഷപന ഗദുരപന അജര പ്രൗഢപന അന്തരാഭിന പ്രൗഢപന ഘടകധന വേദ പ്രൗഷപന ഹദുരപന ഘടകധനം അത്തുരാപന പ്രൗഷപന റിബംബവാലിക്ക് പ്രൗഢപന ജനകത്തുരാധന പ്രൗഢപന ഘടകധന. കർത്താവേ, ഈ അങ്ങയുടെ മക്കളുടെ അകത്ത് മുഴുവൻ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവർ ആ ത്രോൺ റൂമിലാണ്, ഇവർ സ്വർഗസ്ഥലങ്ങളിലാണ്, ഇവർ പിതാവിന്റെ അടുക്കലാണ്, ഇവർ പിതാവിലാണ്. ഇത് അവരുടെ അകത്ത് വെളിപ്പാടാക്കി കൊടുക്കണമേ, വെളിപ്പാടാക്കണമേ, ബോധ്യമാക്കി
സൗഖ്യമാക്കി കൊടുക്കണമേ. അതിന് വിരോധമായിട്ട് അവരുടെ ശരീരം, അവരുടെ ദേഹി, അവരെ അവസ്ഥകൾ പറഞ്ഞ് വാദിക്കുമ്പോൾ, അവരെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ, ഇന്ന് രാവിലെ അതിനെ മൊത്തം കർത്താവേ ദൂരീകരിപ്പാൻ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ പറഞ്ഞുകൊണ്ട് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ ലബനഘടകവൻ ആ തലത്തിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ അവകാശങ്ങൾ, ഇവരുടെ അധികാരങ്ങൾ ഉപയോഗിപ്പാൻ ഇപ്പോൾ ആ വെളിപ്പാട് തുറക്കണമേ. ഇപ്പോൾ ആ വെളിപ്പാട് തുറക്കണമേ. ലബന ജനഗതന രാജ്യങ്ങളെ ഡീൽ ചെയ്യാൻ, രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണത്തെ ഡീൽ ചെയ്യാൻ, രാജ്യങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ ഡീൽ ചെയ്യാൻ, അവരുടെ മേൽ അധികാരം തുറക്കാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കണമേ. അധികാരം തുറക്കണമേ. ഷാ ഫലാ ദിന പ്രൗഷവന അന്തൽ പ്രൗഢവന ജപ പ്രൗഢവന അതര ഭക്ഷി പ്രൗഢവന ഘടകതന അന്തൽ ഘടക പിശാച് അടച്ചു വെച്ചവന് തുറക്കാനുള്ള താക്കോലുകൾ ഇന്ന് രാവിലെ ഇവരുടെ മേൽ തുറക്കണമേ. ഇന്ന് രാവിലെ കൈമാറണമേ. ഷാ ഫനാ ദിന പ്രൗഷവന ഹതുര പ്രൗഢവനം
നിങ്ങൾക്ക് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് സ്പിരിറ്റ് റിലങ്ങളെക്കുറിച്ച്, ആത്മതലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവുണ്ടാകണം. ദൈവം എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴേക്കും വെറുതെ ഒരു വാക്ക് പറയുമ്പോഴത്തേനും ദൈവം ചാടിക്കേറി ഇടപെടുന്നില്ല. എല്ലാത്തിനും ദൈവം അതിന് ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അപ്പം നിങ്ങൾ ഹെവൻ കോർട്ടിലേക്ക് ചെല്ലുമ്പോൾ, സ്പിരിറ്റിനകത്ത് ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെല്ലുന്നത്. നിങ്ങളുടെ മുറിക്കകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് അങ്ങനത്തെ ഒരു തലം നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് വെളിപ്പെട്ട് വരും. നിങ്ങൾ ഹെവനുമായി കണക്റ്റഡാണ്. സ്പിരിറ്റിൽ നിങ്ങൾ ഹെവനുമായി കണക്റ്റഡാണ്. നിങ്ങൾ ജീവിക്കുന്നത് ഭൂമിയിലാണെങ്കിലും സ്വർഗവുമായി നിങ്ങൾ കണക്റ്റഡാണ്. നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിൽ അത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഹെവനുമായി കണക്റ്റഡ് ആയിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ നമ്മൾ വായിച്ചു നിങ്ങൾ ആദിജാതന്മാരുടെ സഭയാണ്. അവിടെ പല കോർട്ടുകളുണ്ട്. ഹെവൻ്റെ അകത്ത് പല കോർട്ടുകളുണ്ട്. പല മേഖലകളാണ് അവിടെ ഡീലിംഗ് നടക്കുന്നത്. ദൈവാലയത്തിന് 3 ഭാഗമുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളുമായിട്ട് വരുന്ന ജനം നിൽക്കുന്നത്, പല വിഷയങ്ങളുമായി വന്ന ജനം നിൽക്കുന്നത് പ്രാകാരത്തിൽ എന്നതുപോലെ ആവശ്യങ്ങൾ പറയുന്ന തലത്തിൽ നിൽക്കുന്നൊരു ഭാഗം. സ്പിരിറ്റുലത്തിനകത്ത് നമ്മുടെ ആവശ്യം, കർത്താവ് നമ്മുടെ വിഷയങ്ങളൊക്കെ പറയുന്നൊരു ഭാഗം. എന്നാൽ ഒന്നുകൂടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ് എന്ന വെളിപ്പാടിൽ മിസ്റ്ററികൾ അല്ലെങ്കിൽ ക്രിസ്തുമർമ്മങ്ങൾ വെളിപ്പെട്ട് നിൽക്കുന്നവരൊരു ഒരു തലമുണ്ട്. സക്രിയാവ് തൻ്റെ ജീവിതത്തിൽ വിഷയത്തിന് പരിഹാരമില്ല, കൊച്ചിന് മറുപടിയില്ല, കൊച്ചുണ്ടായിട്ടില്ല, 2 പേരും വയസ്സിൽ വൃദ്ധരായി. തൻ്റെ വിഷയത്തിൽ ദൈവം മറുപടി വരുന്നില്ലെങ്കിലും തനിക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പൊസിഷൻ, ശുശ്രൂഷ അത് വലുതാകിയാൽ പുറത്തു നിൽക്കുന്ന ജനത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിക്ക് വേണ്ടി താൻ അകത്ത് ശുശ്രൂഷിക്കുക. തൻ്റെ വിഷയത്തിലോ മറുപടിയില്ല. ഇതാ വെളിപ്പാടുള്ളവൻ്റെ പ്രത്യേകത. തൻ്റെ വിഷയത്തിൽ പരിഹാരമില്ല, പക്ഷെ താൻ ശുശ്രൂഷിക്കുന്ന ദൈവം, ഈ അകത്ത് അധിവസിക്കുന്ന ദൈവം ഈ ജനത്തിൻ്റെ മുഴുവൻ വിഷയത്തിന് പരിഹാരമാണ്. വെളിപ്പാടിൽ വളരുന്നവൻ്റെ വിഷയത്തിന് പരിഹാരമില്ലെങ്കിലും അവൻ ജനത്തിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ ശുശ്രൂഷനായി നിൽക്കുകയാണ്. നീ പേടിക്കണ്ട. നിന്റെ വിഷയത്തിൻ്റെ മറുപടി വൈകുന്നത് നിന്റെ വിഷയത്തിൻ്റെ മറുപടി ദൈവത്തിൻ്റെ ആഴമായ പ്രൊജക്റ്റുമായി, ദൈവത്തിൻ്റെ ഹൃദയവുമായി കണക്റ്റഡ് ആയതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുമായി കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അതൊരു വരാനൊരു സമയമുണ്ട്. നാട്ടിൽ എത്രയോ കൊച്ചുങ്ങളുണ്ടായി, പക്ഷെ എന്താ നിനക്കൊരു തലമുറ ഉണ്ടാകാത്തേ? നിനക്ക് തലമുറ ഉണ്ടാകാത്തത് കാരണം നിന്റെ തലമുറ നിന്റെ സമയത്ത് ജനിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകില്ല. നിന്റെ സന്തതി ജനിക്കണമെങ്കിൽ യേശു ജനിക്കുന്നതിന് കറക്റ്റ് 6 മാസം മുമ്പ് ജനിക്കണം. അവൻ കർത്താവിന് വഴിയൊരുക്കാനുള്ളവനാ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ അകത്ത് വേദനകളെക്കാൾ ദൈവം വെച്ചിരിക്കുന്ന പൊസിഷൻ, അവസ്ഥകൾ ഉണ്ടാക്കുന്ന വേദനകളെക്കാൾ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൊസിഷനെ കുറിച്ചുള്ള വെളിപ്പാടകത്തുനിന്ന് അറിയാൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാമോ? എന്നാൽ ഞാൻ പറയാ, എനിക്ക് കൊച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനി ആലയത്തിൽ പോയി ശുശ്രൂഷിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? അപ്പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുന്നവർ മൊത്തം കൊച്ചുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തിനാ പോയി പ്രാർത്ഥിക്കുന്നത്? സക്രിയ പറയാ, എനിക്ക് കൊച്ചില്ല, ഞങ്ങൾക്കൊരു തലമുറയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ അപ്പനാരാമോ. 25 വർഷം 24 വർഷം തലമുറയില്ലാമോ നടന്ന അബ്രഹാമിന് പുത്രോത്പാദനത്തിന് ശക്തി തോന്നുന്നവനെ ഞങ്ങളുടെ വിഷയത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവൻ പ്രവർത്തിക്കും. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 58 കുടുംബത്തോട് ഞാൻ പറയാം, നിന്റെ വിഷയത്തിൽ ഗ്യാരണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുമെന്ന്. ഗ്യാരണ്ടിയാണ് അവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് നീ തളരരുത്. നീ ചിന്തിച്ച സമയത്തൊന്നും നടക്കാത്തോണ്ട് തളരരുത്. പിന്നെ എന്ത് ചെയ്യണം? നീ പിന്നെയും വിശുദ്ധ സ്ഥലത്തുനിന്ന് പിന്നെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക. അവിടെ ചെന്നോ, അവിടെയാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ഭയങ്കര പ്രാധാന്യതയാണ്. നിങ്ങൾക്ക് ലീഗലി
അവകാശപ്പെടാം. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ വിഷയം പരിഹരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, വഴി തുറക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ ഔദാര്യം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ്. ഭൂമിയിൽ നാച്ചുറൽ റിലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഫിസിക്കൽ റിലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമി ദുഷ്ടന്റെ അധീനതയിലാണ്. നിങ്ങൾ ഹെവൻ റിലത്തിലാണ്, ത്രോൺ റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ, ആ റിലത്തിലേക്ക് പ്രവേശിച്ച വെളിപ്പാടിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ലീഗലി അർഹതപ്പെട്ടതാണ് എന്ന അവകാശത്തിൽ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. നിങ്ങൾ ആൾക്കാരോട് കടം ചോദിക്കാറുണ്ടോ? ഒരു 10,000 രൂപ തരുമോ കേട്ടോ, കടം തരുമോ എന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപ കിടക്കുക. നിങ്ങൾ അതിനകത്ത് ഒരു 10,000 എടുക്കാൻ പോവുക. നിങ്ങൾ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ തളർന്ന് ഭാരപ്പെട്ട് വിഷമിച്ച് തരിക ആവോ? ഇനി അങ്ങേരെ നല്ല നേരമൊക്കെ നോക്കി ചോദിക്കണം. കാരണം ഇങ്ങേരെ ആ കസലിരിക്കുകയല്ലേ, ഇങ്ങേരെ തരുമോ? ഇങ്ങേരെ മുമ്പിൽ എന്തൊക്കെ കുന്തം വെച്ചോണ്ടിരിക്കണേ? ഇതൊന്നും നമ്മൾ ചിന്തിക്കുകയില്ല. എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാ, അത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാനുള്ളതാ എന്നതല്ലേ അക്കൗണ്ടിൽ പൈസ കിടക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം. കൃപാസനത്തിന്റെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കാൻ വന്ന നമ്മുടെ മനോഭാവം എന്താ? നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് ദ്രവ്യാഗ്രഹമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്, ആവശ്യമുള്ളത് മുഴുവൻ ലീഗലി നിനക്ക് വേണ്ടി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിനാൽ ഓക്കെയാണ്. നമുക്ക് ഈ ബോധമുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ബോധ്യമുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. പൗലോസിനെ പണ്ടൊരിക്കൽ പിടിച്ച് ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ റോമാ പൗരനാണെന്ന്. ഒറ്റ വാക്ക് പറഞ്ഞ വഴിക്ക് എന്താ ഉണ്ടായത്? ആരാണ് നീ എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അനാവശ്യമായ ഒരു കൈമിൻ്റെ മേത്ത് വരില്ല. പിശാചിന്റെ കയ്യോ എല്ലാം എടുത്തേ പറ്റുള്ളൂ. നീതിമാന്റെ അവകാശത്തിന്മേൽ നിന്ന് ദുഷ്ടന്റെ ചെങ്കോൽ മാറ്റിയേ പറ്റുള്ളൂ. വാഴാൻ അനുവാദം ഇല്ല. ഇനിയുള്ള 5 മിനിറ്റ്, സമയം 29 5 മിനിറ്റ് നിങ്ങൾ ഈ വെളിപ്പാടി നിന്നുകൊണ്ട് നിങ്ങളുടെ വിഷയം ലീഗലി ഒന്ന് പറഞ്ഞു നോക്കിയ ദൈവത്തോട്. അവിടെ ആരുണ്ട്? അവിടെ കൃപാസനത്തിൽ എല്ലാത്തിനും ന്യായാധിപതിയായിരിക്കുന്ന പിതാവുണ്ട്. നിനക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കറ്റായ ക്രിസ്തുവുണ്ട്. പുതിയ ഉടമ്പടിയുടെ ടെസ്റ്റേറ്ററാണ്, നിയമകർത്താവാണ്. അവൻ നിനക്ക് പതിച്ചു നൽകുന്നവനാണ് അവകാശങ്ങൾ. ഇതൊക്കെ ഒറ്റവാക്ക് ഞാൻ പറഞ്ഞു വിടുമ്പോൾ അവൻ്റെ ആശയ വിപുലീകരണത്തിൻ്റെ പ്രശ്നമുണ്ട്. സാരമില്ല, അടുത്ത 5 മിനിറ്റ് എല്ലാവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടി, ഇനി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിൽ ഈ ഇരിക്കുന്ന 58 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകാൻ, ഇവരെല്ലാം ദൈവത്താൽ പണിയപ്പെടാൻ, ഈ കുടുംബങ്ങളെല്ലാം വളർച്ച പ്രാപിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് ദൈവഹിതത്തിന് വിരോധമായി പോകാതെ ദിവസം തോറും ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറേണ്ടവന് ഇവരെ കുടുംബങ്ങൾ മേൽ തലമുറകൾ അടിമത്തത്തിൽ കിടക്കുന്നു, കുടുംബ ബന്ധങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നു, ആസ്വാദനമില്ലാതെ അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മീകമായി വളരാൻ കഴിയുന്നില്ല. അടുത്ത 5 മിനിറ്റ് വരെ എല്ലാ കുടുംബങ്ങളും വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത 5 മിനിറ്റ് വരെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ലീഗലി ധൈര്യത്തോടെ കർത്താവോട് പ്രാർത്ഥിക്കുക. ഷാബാന, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള വെളിപ്പാട് പ്രഖ്യാപിക്കുക. തുറക്കോ നോക്കണമല്ലോ. ഷാബന, ആത്മതലം തുറക്കോ നോക്കണമല്ലോ. ഷാബന ജബാനകത്തുരാധന ലീഗലി ചെവ കൈമാറുമോ എന്ന് നോക്കണമല്ലോ. ഷാലഭാന രമപ്രൗഷവനം വർദ്ധിപ്പിക്കുന്നവന്റെ കരം തുറക്കട്ടെ കർത്താവേ, വർദ്ധിപ്പിക്കുന്നവന്റെ കരം തുറക്കട്ടെ കർത്താവേ, പണിയുന്നവന്റെ കരം തുറക്കട്ടെ കർത്താവേ. ഷാഭലാദിനാഥന ലാ റബാന റഗഷസ്കനാദിനാഥന വർദ്ധിപ്പിക്കുന്നവന്റെ ഓ ലഭാന ഷഹാദനാഥന വർദ്ധിപ്പിക്കുന്നവന്റെ കരം, വർദ്ധിപ്പിക്കുന്നവന്റെ കരം, വളർത്തുന്നവന്റെ കരം, വളർത്തുന്നവന്റെ കരം, വർദ്ധിപ്പിക്കുന്നവന്റെ കരം. ശബനഘടകവന കർത്താവേ, ഓ വളർത്തുന്നവന്റെ കരം, വർദ്ധിപ്പിക്കുന്നവന്റെ കരം അങ്ങയുടെ തലമുറകളുടെ മേൽ കർത്താവ്, ഓരോ കുടുംബങ്ങളുടെ മേലും ഷാബാനാഭാന വൈഡപ്രൗഢമനഘടകവന വാഗ്ദത്ത സന്തതി വർദ്ധിപ്പിക്കപ്പെട്ടതുപോലെ വാഗ്ദത്ത സന്തതി പെരുക
പെരുകിയതുപോലെ, വാഗ്ദത്ത സന്തതി ബലപ്പെട്ടതുപോലെ, ദേശം അവരെ കൊണ്ട് നിറഞ്ഞതുപോലെ, വാഗ്ദത്ത സന്തതിയെ കൊണ്ട് നിറയട്ടെ. ഈ ഭവനങ്ങൾ വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറയട്ടെ. ഇവരെ സ്പിരിച്വലിലും ശക്തമായി മാറട്ടെ. ലബനഘടകതന വധുരിബിനിഘടകതന വധുരബനഘടകതനം ശബലമധുരി വിനിഘടകതന ആരഘടകതന മധുരി വിനിഘടകതന ആരഘടകതന വത്തുൽ പ്രൗഢവന ഘടകതനം ശിവപ്രൗഢവന ഗതുരവന ഘടകതന വാദപ്രൗഷവന ഗതുരവന ഘടകതന ഗതുരവന ഘടകതന. ഒന്നിൽ നിന്ന് ഒരു രാജ്യമാക്കി വളർത്തുന്നവൻ, ഒന്നിൽ നിന്ന് ഒരു രാജ്യമാക്കി വളർത്തുന്നവൻ, ഒന്നിൽ നിന്ന് രാജാക്കന്മാരെ തുറക്കുന്നവൻ, ഒന്നിൽ നിന്ന് ഒരു ദേശത്തെ തുറക്കുന്നവൻ, ഒന്നിൽ നിന്ന് ഒരു രാജ്യത്തെ റബാന ലബപ്രൗഷവന. വാഗ്ദത്തം ദൈവമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഉടമ്പടി അബ്രഹാമുമായിട്ട് ദൈവമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇസ്രായേൽ മക്കളെ നിങ്ങൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെടും, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. അബ്രഹാമിൻ്റെ തലമുറകൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം കൊണ്ട് നിറഞ്ഞു. ദൈവമായിട്ടാണ് ഉടമ്പടി ബന്ധത്തിലേക്ക് അബ്രഹാം വന്നിരിക്കുന്നുവെങ്കിൽ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോട്ടോ. 1, സന്താന സമ്പന്നരാകും, അത്യന്തം വർദ്ധിക്കും, പെരുകി ബലപ്പെടും. 4, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഈ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അവർ പീഡിപ്പിക്കും തോറും, കണ്ടോ, വാഗ്ദത്തമുള്ള നിന്നെ അടിമത്ത ദേശക്കാർ പീഡിപ്പിക്കും. പക്ഷേ നീ ഭാരപ്പെടരുത്, നീ തളരരുത്. ജനം പെരുകും, വാഗ്ദത്തമുള്ളവൻ പെരുകും. അതുകൊണ്ട് അവർക്ക് പേടി വരും. പീഡിപ്പിക്കുന്നവർക്ക് ഇപ്പോൾ പേടി വരാൻ തുടങ്ങുന്നു. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയുടെ സമാപനത്തിങ്കൽ, ഈ പ്രഭാതത്തിങ്കൽ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിങ്കൽ, ഏപ്രിൽ മാസം 24-ാം തീയതി ഈ പ്രഭാതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന
വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പീഡകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും നിങ്ങളെ ബാധിക്കരുത്. നിങ്ങളോട് ദൈവത്തിനൊരു ഉടമ്പടി ഉള്ളതുകൊണ്ടാണ്, ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഈ പീഡകൾ നിങ്ങളുടെ മേൽ വരുന്നത്. ഇന്ന് രാവിലെ ഉറപ്പിക്കപ്പെടുക, നീ വർദ്ധിക്കും കേട്ടോ. പീഡയുടെ നടുവിൽ നിന്നെ കൈവിടുന്ന ദൈവം നിന്നെ തളർത്താൻ, നീ പെരുകും, നിൻ്റെ മേൽ ഈ പെരുപ്പം. നിങ്ങൾ ഈ ഫെയ്ത്ത്, നിങ്ങൾ ഇത് മാത്രം നിങ്ങൾ ധ്യാനിക്കുക. ദൈവം അറിയാതൊരു പീഡ എനിക്കില്ല, എന്നെ അവൻ കൃപാസനത്തിൽ വെച്ചിരിക്കും. വലിയ വലിയ കാര്യങ്ങൾ ദൈവാത്മാവ് നിങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു. നിങ്ങളുടെ ദേശങ്ങളുടെ, നിങ്ങളായിരിക്കുന്ന പ്രവിശ്യകളുടെ, നിങ്ങളായിരിക്കുന്ന സഭയുടെ, നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളുടെ, വരാൻ പോകുന്ന ഭരണകൂടങ്ങളുടെ ഒക്കെ കാര്യാദികൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ പോവുകയാണ്. പീഡിപ്പിക്കും തോറും നിങ്ങൾ പെരുകും. കാരണം നമ്മുടെ അകത്ത് കിടക്കുന്ന DNA അതാണ്. അവൻ നമ്മെ പെരുപ്പിക്കും, അവൻ നമ്മെ വർദ്ധിപ്പിക്കും. ദേശത്തെ ഇനി വാക്തത്വ സന്തതികളാൽ ദൈവം നിറയ്ക്കും. ഇതൊക്കെ ഈ വചനം വായിക്കുമ്പോൾ കഥ വായിക്കുന്ന പോലെ വായിക്കരുത്. ഈ വെളിപ്പാടൊന്നും അകത്ത് കൊണ്ടു നോക്കി. തൃശ്ശൂർ പട്ടണം, നിങ്ങൾ താമസിക്കുന്ന ദേശം ദൈവമക്കളെ കൊണ്ട് നിറയും. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? വചനം വെച്ചുകൊണ്ട് കർത്താവ് അങ്ങനെ ചിന്തിപ്പാൻ കൃപ നൽകട്ടെ. കൃപാസനത്തിൻ്റെ മഹിമ തിരിച്ചറിയുക, പ്രാർത്ഥനയിൽ അവിടെ ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുക, ലീഗൽ വശങ്ങൾ പ്രഖ്യാപിക്കുക. സകല രോഗങ്ങളും അവൻ സൗഖ്യമാക്കിയവനാണ്, സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങളുടെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. അപ്പം ലീഗലി നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത ഏതെങ്കിലും സെക്ഷനിൽ നമുക്കറിയാം. നിങ്ങളുടെ വാക്കുകൾ ലീഗൽ വാക്കുകളായി മാറട്ടെ, അവകാശം തിരിച്ചറിഞ്ഞ വാക്കുകളായി മാറട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കൃപാസനത്തിലേക്ക് ഞങ്ങൾക്ക് എത്തുവാൻ കഴിയുന്നത് എങ്ങനെയാണ്, അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഞങ്ങളുടെ മനോഭാവം എങ്ങനെ, ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അത് പഠിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ മക്കൾ പല അവസ്ഥകളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരുണ്ട്. കർത്താവേ, തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരുണ്ട്. പല വിഷയങ്ങൾ ജീവിതത്തിൽ വ്യക്തിപരമായും കുടുംബത്തിലൊക്കെ അടിമത്തത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. പല മേഖലകളിൽ തകർച്ചകളും ഭാരങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതെല്ലാം ഇവരുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്താൽ ഇവരിലേക്ക് തുറക്കുന്നതാണ് എന്ന ഒരു വെളിപ്പാട്, കൃപാസനത്തിൻ്റെ ആ റെവലേഷൻ അങ്ങ് ഇവരകത്ത് തുറന്നു കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സൗഖ്യമാക്കിയവനായ സ്തോത്രം, വഴികൾ തുറന്നതിനായ സ്തോത്രം, അത്ഭുതങ്ങൾ ചെയ്തതിനായ സ്തോത്രം. ഈ പ്രാർത്ഥന ഇവരെ കുടുംബത്തിന്മേൽ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ പുതപ്പ് പോലെ, ഒരു മാൻഡിൽ പോലെ ഇവരെ മേൽ തുറന്നിടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇവരെ അധികാരത്തിൻ്റെ മറവിൽ മറയ്ക്കണമേ, സുരക്ഷിതത്തിൻ്റെ മറവിൽ അങ്ങ് മറയ്ക്കണമേ, അങ്ങ് കാവലായിരിക്കണമേ, ഇവരുടെ വെളിപ്പാടുകളെ വർദ്ധിപ്പിക്കണമേ. ഞാനിവരെ അതിനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹിമ കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. Shalom. 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 Shalom.